മലയാള സിനിമയുടെ ചരിത്രത്തിൽ തരംഗം സൃഷ്ടിച്ച സിനിമയാണ് 1978 ഭരതൻ സംവിധാനം ചെയ്ത് ജയഭാരതി അഭിനയിച്ച രതിനിർവേദം. കവിയൂർ പൊന്നമ്മ, KPS ലളിത, അടൂർ ബാസി, സോമൻ തുടങ്ങിയ സീനിയർ താരങ്ങളായിരുന്നു ചിത്രത്തിൽ മുഖ്യ വേഷങ്ങളിലെത്തിയത്. മാത്രമല്ല, ചിത്രത്തിന്റെ പോസ്റ്ററുകളെല്ലാം ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലായിരുന്നു തയ്യാറാക്കിയത്. എന്നാൽ പോസ്റ്ററിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ ജയഭാരതി അനുവദിച്ചിരുന്നില്ല. പക്ഷേ അവസാനം പോസ്റ്ററിൽ അതേ ഹോട്ട് ലുക്കിൽ ജയഭാരതി ഉണ്ട്. ഇതിന് പിന്നിലെ രഹസ്യം രതിനിർവേദത്തിന് പോസ്റ്റർ ഡിസൈൻ ചെയ്ത കുര്യൻ വർണ്ണശാല ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ജയഭാരതി അഭിനയിച്ച രതിനിർവേദം എന്ന സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് താനാണ്. പലരും തെറ്റിദ്ധരിച്ചത് സംവിധായകൻ ഭരതന്റെ ഡിസൈൻ ആണ് എന്നായിരുന്നുവെന്നും അതിൽ ജയഭാരതി നനഞ്ഞു കിടക്കുന്ന ഒരു പോസ്റ്റർ വേണം, എന്നാൽ അതിന് സ്റ്റിൽസ് ഇല്ലായിരുന്നുവെന്നും സാധാരണ ആൽബത്തിലുള്ള ഫോട്ടോസ് നോക്കിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നതെന്നും കുര്യൻ വർണ്ണശാല പറയുന്നു. എന്നാൽ ആൽബത്തിൽ അങ്ങനെ ഒരു സ്റ്റിൽ ഇല്ലായിരുന്നു. അങ്ങനെ സ്റ്റിലിനെ കുറിച്ച് ഭരതനോട് താൻ ചോദിച്ചുവെന്നും സ്റ്റിൽസ് എടുക്കാൻ ജയഭാരതി സമ്മതിച്ചില്ലെന്ന് അപ്പോഴാണ് അദ്ദേഹം പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു. നനഞ്ഞു നിൽക്കുന്ന വേഷത്തിൽ അരഞ്ഞാണം കാണിച്ചുകൊണ്ടുള്ള ലുക്കിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ലെന്ന് ജയഭാരതി പറഞ്ഞു. പക്ഷേ പോസ്റ്റർ തീർച്ചയായും ആവശ്യമാണെന്ന് സംവിധായകൻ ഭരതനും പറഞ്ഞു. ചിത്രത്തിൽ ഒരു പാട്ടിലെ രംഗമുണ്ട്. അതിന്റെ സ്റ്റിൽസ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ആ പാട്ടിൽ ജയഭാരതി കിടക്കുന്ന ഫ്രെയിം മാത്രം കട്ട് ചെയ്തു തരാൻ താൻ ആവശ്യപ്പെട്ടുവെന്നും അതിൽ കൃത്യമായി ആ ഫ്രെയിം കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നിന്നും ഒരു ഫ്രെയിം എഡിറ്റർ കട്ട് ചെയ്തു. അത് താൻ എൻലാർജ് ചെയ്തു. എന്നിട്ട് തലഭാഗം മാത്രം ഒന്ന് കളർ ചെയ്ത് ബാക്കിയെല്ലാം വരച്ചുണ്ടാക്കിയെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് ഹരിപോത്തനായിരുന്നുവെന്നും ജയഭാരതിയും ഹരിപോത്തനും നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് മാത്രമല്ല ഇരുവരും ഒന്നിച്ച് താമസിക്കുകയുമായിരുന്നു. ജയഭാരതിയുടെ അനുവാദമില്ലാതെ സ്റ്റിൽസ് പോലും ഇല്ലാതെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയെന്നറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് താൻ പേടിച്ചുവെന്നും എന്നാൽ ഹരിപോത്തൻ തനിക്ക് ധൈര്യം തന്നുവെന്നും അദ്ദേഹം പറയുന്നു. നിർമ്മാതാവ് ഉൾപ്പെടെ പോസ്റ്റർ കണ്ട് എല്ലാവരും കുര്യനെ അഭിനന്ദിച്ചു. അങ്ങനെ കേരളത്തിലുടനീളം ഈ പോസ്റ്റർ ഒട്ടിച്ചു. സ്റ്റിൽസ് എടുക്കാതെ പോസ്റ്റർ വന്നത് ജയഭാരതി അറിഞ്ഞു. കുര്യൻ വർണ്ണശാലയാണ് ഇതിന് പിന്നിലെന്ന് ജയഭാരതിക്ക് മനസ്സിലായെന്നും ഇതിന്റെ പേരിൽ ജയഭാരതി വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നു. അതൊരു ഹോട്ട് ലുക്കിലുള്ള പോസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഇമേജിനെ ബാധിക്കുമെന്ന രീതിയിലായിരുന്നു ജയഭാരതി വഴക്കിട്ടത്. ഈ വിഷയം എല്ലാവരും അറിഞ്ഞുവെന്നും ജയഭാരതിയുടെ തുണിയില്ലാത്ത പോസ്റ്റർ വന്നുവെന്ന് അറിഞ്ഞല്ലോ എന്ന് അതേക്കുറിച്ച് ഒരു ദിവസം നസീർ സാർ തന്നോട് ചോദിച്ചുവെന്നും പക്ഷെ അതൊരു കലാപരമായുള്ള പോസ്റ്റർ ആണെന്ന് താൻ പറഞ്ഞുവെന്നും കുര്യൻ വർണ്ണശാല പറയുന്നുണ്ട്. അതിനുശേഷം കുറെ കാലം ജയഭാരതിയുടെ കണ്ണിൽപ്പെടാതെയാണ് താൻ നടന്നിരുന്നത്. ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി. സിനിമയും നല്ലതായിരുന്നുവെന്നും കുര്യൻ വർണ്ണശാല വ്യക്തമാക്കി. അതേസമയം ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായി മാറിയ നായികയായിരുന്നു ജയഭാരതി. ഇന്നും രതിനിർവേദത്തിലെ രതി എന്ന ജയഭാരതിയുടെ കഥാപാത്രത്തിന് ആരാധകരുണ്ട്. ചിത്രത്തിൽ പപ്പു എന്ന കഥാപാത്രമായി എത്തിയത് നടൻ കൃഷ്ണചന്ദ്രനായിരുന്നു. 1978 രതിനിർവേദം പുറത്തിറങ്ങിയത്. പത്മരാജന്റെ തിരക്കഥയിൽ ഭരതനായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. മാത്രമല്ല 33 വർഷത്തിന് ശേഷം 2011 രതിനിർവേദത്തിന്റെ റീമേക്കും പുറത്തിറങ്ങിയിരുന്നു. TK രാജീവ് കുമാർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. പപ്പുവായി ശ്രീജിത്ത് വിജയ് എത്തിയപ്പോൾ ശ്വേത മേനോനാണ് രതിയായി വേഷമിട്ടത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.